ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പരപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രമോയിൽ നമ്മൾ കണ്ടൊരു ഭാഗമാണ് രേവതി ചന്ദ്രയുടെ കയ്യിലായിട്ട് കൊടുക്കുന്ന സ്വർണ്ണങ്ങളെല്ലാം തന്നെ സുധിയുടെ കൈകളിലേക്കായിട്ട് കൊടുക്കുന്നത്. സുധി വലിയൊരു ബിസിനസ് മാൻ ആയതിനു ശേഷം നേരത്തെ അഹങ്കാരം ഉണ്ടായിരുന്നു, ഇപ്പോൾ അഹങ്കാരത്തിന് യാതൊരുവിധ കുറവുമില്ലതാണ്. സുധിക്ക് മാത്രമല്ല ശ്രുതിക്കും അതെ കേട്ടോ, തൻ്റെ ഭർത്താവ് ഒരു ബിസിനസ് മാൻ ആണെന്നും ബാക്കിയുള്ളവരെല്ലാം തന്നെ വെറും ഒരു പാഴ്ജോലിയാണ് ചെയ്യുന്നത് എന്നുള്ള മൈൻഡോട് കൂടിയിട്ടാണ് ശ്രുതിയും എല്ലാവരോടുമായിട്ട് പെരുമാറുന്നത്. എന്നാൽ ഇതിനെല്ലാം തന്നെ നല്ല തിരിച്ചടി കിട്ടുന്നൊരു ഭാഗം നമുക്ക് അടുത്താഴ്ച കാത്തിരിക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഭാഗമാണ് നമ്മുടെ ചന്ദ്ര സുധിക്ക് സ്വർണം കൊടുക്കുന്നതും പിന്നീട് ഈ ഒരു വിവരം വീട്ടിലറിയുന്നതും എല്ലാം തന്നെ കേട്ടോ. അപ്പോൾ അതെന്താണെന്നുള്ള ഡീറ്റെയിൽ ആണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, സുധി ഭയങ്കര ബുദ്ധിമാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് ആരെ ചതിക്കാനും സുധി തയ്യാറാണല്ലേ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സുധിക്ക് ഒരു വലിയൊരു ഓർഡർ കിട്ടുന്നത് കേട്ടോ. വിളിക്കുന്നത് സുധി പോലും അറിയാത്ത രണ്ട് വ്യക്തികളാണ്. അവർ വിളിച്ചിട്ട് പറയുന്നുണ്ട്, സാർ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഇങ്ങനെ ഒരു 3-4 ഫ്രിഡ്ജും AC എല്ലാം തന്നെ വേണമെന്ന് പറയുന്ന സമയത്ത് എന്തിന് ഇത്രയും സാധനങ്ങളുടെ ഓർഡർ എന്ന് സുധി ചോദിക്കുന്നുണ്ട്. തങ്ങളൊരു ഷോപ്പ് തുടങ്ങാൻ പോവുകയാണ്, മാത്രമല്ല പാവപ്പെട്ടവർക്ക് വേണ്ടി ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ദാനം ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇവർ പറയുന്ന സമയത്ത് സുധി അത് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രുതിയോട് പറയുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് തന്നെ കൃത്യമായി അന്വേഷിച്ചിട്ട് വേണം സുധി ചെയ്യാണ്ട്. എനിക്ക് അന്നേ ദിവസം ഒരു കല്യാണം ഉണ്ടായിരുന്നു, ഞാൻ സുധീനെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇത്രയും വലിയൊരു ബിസിനസ് കിട്ടിയ സ്ഥിതിക്ക് സുധി ഞാൻ തന്നെ പോയിക്കോളാം, നീ എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് ഡീൽ ചെയ്യുന്ന എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൻ്റെ ഭർത്താവിനെ പൊക്കി പിടിച്ചൊക്കെ ഒന്ന് സംസാരിച്ചിട്ടാണ് സുധി അവിടെ നിന്ന് പോകുന്നത്. ശേഷം വൈകുന്നേരം ഒരു 4 മണിയോട് കൂടിയിട്ട് ഇവരെത്താമെന്നാണ് പറയുന്നത്. ആ ഒരു കൃത്യസമയത്ത് തന്നെ ഇവരെ ഷോപ്പിലേക്ക് വരികയും സുധിയുടെ കയ്യിൽ നിന്ന് കുറേ സാധനങ്ങൾ, അതൊരു 4 ലക്ഷം രൂപയുടെ മേളിൽ പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് സുധിക്ക് ഇവർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മണിയാണ്. ബ്ലാക്ക് മണി കൊടുക്കുന്ന സമയത്ത് ആദ്യമൊക്കെ സുധി മടിച്ചു നിൽക്കുമെങ്കിലും ഇവർ പറയുന്നുണ്ട്, സാർ ബില്ല് എഴുതേണ്ട, ബില്ല് എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ GST സാറിന് അടയ്ക്കേണ്ട ഒരു മാത്രമല്ല ഇതിൽ നിന്നുള്ള പകുതിയിലത് സർക്കാരിലേക്കായിട്ട് പോകും. ഇതാകുമ്പോഴത്തേക്കും സാർ ബില്ല് എഴുതാതിരിക്കുകയാണെങ്കിൽ പണം മുഴുവനായും സാറിൻ്റെ സ്വന്തമാണ്. മാത്രമല്ല ഇനിയും കുറേ സാധനങ്ങൾ ഞങ്ങൾക്ക് മേടിക്കാനുണ്ട്, അതെല്ലാം തന്നെ ഞങ്ങൾ ഇവിടെ നിന്നായിരിക്കും മേടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധിനോട് പറയുന്ന സമയത്ത് സുധി ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. മാത്രമല്ല ഇതൊരു നല്ലൊരു കാര്യമാണല്ലോ, അതായത് സർക്കാരിലേക്ക് അധികം പൈസയും കിട്ടുകയും വേണ്ട, ഉള്ള ലാഭം മുഴുവൻ തനിക്കുള്ളതാണ്, എത്രയും വേഗം പണക്കാരനാവും എന്നൊരു മൈൻഡോട് കൂടി തന്നെ സുധി അതിനെല്ലാം സമ്മതിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ സുധി ഈ ഒരു പണം മേടിച്ചിട്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് അവരവിടെ നിന്ന് യാത്രയാക്കുന്നത്. പിന്നീടാണ് ഒളിഞ്ഞിരിക്കുന്നത് ചതി മനസ്സിലാക്കുന്നത്. വലിയ താമസമില്ലാതെ തന്നെ വിജിലൻസ് അങ്ങോട്ടേക്ക് വരികയാണ്. വിജിലൻസ് വന്നതിന് ശേഷമാണ് തനിക്ക് പറ്റിയിരിക്കുന്ന ഒരു വലിയ ചതിയെക്കുറിച്ച് സുധി മനസ്സിലാക്കുന്നതായിട്ട്. മാത്രമല്ല ലക്ഷങ്ങളുടെ നഷ്ടമാണ് തനിക്ക് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ അറിയുന്ന സമയത്ത് സുധി ആകെ ഷോക്കാവുകയാണ്. നിങ്ങൾക്കൊരു കയ്യബദ്ധം പറ്റിയതാണെന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടുമാണ് നിങ്ങളെ വെറുതെ വിടുന്നത്. നിങ്ങളുടെ സാധനങ്ങൾ ഉരുപ്പിടികളെല്ലാം തന്നെ പോലീസ് സ്റ്റേഷനിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡയറക്റ്റ് ചെന്ന് കഴിഞ്ഞാൽ സാധനങ്ങൾ കൈപ്പറ്റാവുന്നതാണെന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ആകെ തകർന്ന അവസ്ഥയിലാണ് സുധി അവിടുന്ന് പോലീസ് സ്റ്റേഷനിലേക്കായിട്ട് ചെല്ലുന്നത്. അതിന് ശേഷം ഒരു കള്ളപ്രവൃത്തി കൊണ്ട് സുധിക്ക് ഒരുപാട് നഷ്ടങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ചന്ദ്രയുടെ കയ്യിൽ നിന്ന് രേവതിയുടെ സ്വർണ്ണങ്ങൾ മേടിക്കുന്നത്. സുധി അതെല്ലാം മറിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.